ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇനി 10th പ്രിലിംസിന് 2 ദിവസമൂടെ ഉള്ളൂ. ഈ 2 ദിവസം കൊണ്ട് നമുക്ക് ഫുൾ ടോപ്പിക്ക് കവർ ചെയ്യാനൊന്നും സാധിക്കില്ല. നമുക്കിനി ചെയ്യാൻ പറ്റുന്ന എന്നാ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് ഓടിച്ചു നോക്കുക. ഓടിച്ചു നോക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പ്രിലിംസിന് ഉറപ്പായിട്ടും ഒരു 50% മാർക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചലഞ്ചാണ്. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. ഇതൊരു ഓഡിയോ ക്ലാസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓഡിയോ ക്ലാസ് എന്ന് കേട്ടത് സ്കിപ്പ് അടിക്കാൻ നിൽക്കുന്നവരോട് ഒരു കാര്യം പറയാം, നമ്മൾ അവസാനം വരെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ അത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ജോലി തിരക്കായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെയൊക്കെ നോക്കേണ്ട തിരക്കിലായിക്കോട്ടെ, അങ്ങനെ ഒരു വീട്ടമ്മ ആയിക്കോട്ടെ, ആരാണെങ്കിലും ഒരു ഓഡിയോ ക്ലാസ് കേൾക്കാൻ വലിയ പാടില്ല. ഒരു ഹെഡ്സെറ്റ് വെക്കുക, അല്ലെങ്കിൽ സ്പീക്കർ ഇട്ടിട്ടാണെങ്കിലും കേട്ടാൽ മാത്രം മതി. നിങ്ങളുടെ ജോലിയും നടക്കും, ഒപ്പം തന്നെ പഠിച്ചും പോകാം. അപ്പം നിങ്ങൾക്ക് ഉറപ്പ് വരുന്നൊരു കാര്യം, ഈ വീഡിയോ കഴിയുമ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നോ അത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞങ്ങൾ അപ്പം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, ആദ്യം തൊട്ട് അവസാനം വരെ. ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ പുറത്തുനിന്നല്ല പറയുന്നത്, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യനേലും വരും. അപ്പം നിങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് തന്നെ ക്ലാസ് കേൾക്കണം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി, അപ്പോൾ ഓർത്തോണം 18 വയസ്സാണ്, മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം. 18 വയസ്സിന് താഴെ മാറാ രോഗങ്ങൾ ആയിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് താലോലം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത്. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്താണ് നൂൽപ്പുഴ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതായിരുന്നു? താലോലം. 18 വയസ്സിന് താഴെ ഉള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് വേണ്ടിയുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് താലോലം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. പിന്നെ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദിയാണ് ചോദിച്ചത്. ലൂണി ആയിരുന്നു ആൻസർ. ഉൾപ്പെട്ട നദി ഏതൊക്കെയാന്ന് നോക്കിയാലോ? നർമ്മദ, മഹാനദി, കാവേരി. ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടുന്നതാണ് നർമ്മദ, മഹാനദി, കാവേരി. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർത്തു നോക്കിക്കേ, തിരുവനന്തപുരം. ആദ്യമായിട്ട് 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഏതായിരുന്നു? ഉത്തര മഹാസമതലം. താലോലം ഓർക്കുമ്പോൾ എന്താ ഓർക്കണ്ടേ? എത്ര വയസ്സിന് താഴെയുള്ള? 18 വയസ്സിന് താഴെ, അതും മാറാ രോഗങ്ങൾക്കായി അല്ലെങ്കിൽ മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ. ഓക്കെ, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് പരുത്തി. റിഗർ പരുത്തി. ഉപദ്വീപീയ നദിയിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയായിരുന്നു? മഹാനദി, കാവേരി, നർമ്മദ. ലൂണി ഉൾപ്പെടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താ? മേഘാലയ. ഏത് സംസ്ഥാനത്താ? മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാ? സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണികരൺ. എവിടെയാണ്? മണികരൺ. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയായിരുന്നു? തിരുവനന്തപുരം. ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് എന്ന് ചോദിച്ചാൽ മണികരൺ. എവിടെയാണ്? മണികരൺ. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തര മഹാസമതലം. റിഗർ പരുത്തി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് യോജിച്ച കൃഷിയാണ് പരുത്തി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്താ?
മേഘാലയ. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഭൗമതാപോർജ പ്ലാന്റ് മണികരൺ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗർ കാർഗിൽ സോജില ചുരം. അതോർക്കാൻ ഒരു ചെറിയ കോഡ് പറയാവേ. ശ്രീനിക്ക് സോജ എന്ന് ഓർത്താൽ മതി. ശ്രീനിക്ക് സോജ. ആ ശ്രീനിക്ക് എന്നുള്ളതിന് ശ്രീനഗരം കിട്ടും. ക എന്നുള്ളത് കാർഗില്, സോജ എന്നുള്ളത് സോജില. ശ്രീനിക്ക് സോജ. ശ്രീനഗർ കാർഗില് സോജില ചുരം. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ബ്രഹ്മപുത്ര നദിയിൽ സാദിയ ടു ധൂബ്രി NW2 ആണ്. സാദിയ ടു ധൂബ്രി NW2. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരം. ശ്രീനിക്ക് സോജ. ശ്രീനഗർ കാർഗിൽ സോജില. ഇന്ത്യയിലെ ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. ഒന്നുകൂടെ പറഞ്ഞേ. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നായിരുന്നു ചോദ്യം. 1, 2, 3 ശരിയായിരുന്നു. 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 3 ശരി. അപ്പൊ നമുക്ക് ശരി മാത്രം വായിക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 21A എന്താണ്? വിദ്യാഭ്യാസ അവകാശം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി മാറി. 6 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം ആണ്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ഓഫൺ കൺഫ്യൂഷൻ തോന്നാല്ലേ. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം? 1946 ഡിസംബർ 9. റിഗർ എന്നറിയപ്പെടുന്ന മണ്ണിന് ഏറ്റവും യോജ്യമായത് പരുത്തിയായിരുന്നു. മൗസിൻഡർ എവിടെയാ? മേഘാലയ. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമതാപോർജ പ്ലാന്റ് മണികരൺ. ബ്രഹ്മപുത്ര നദിയിലെ സാദിയ ടു ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത NW2. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? മലാല യൂസഫ്സായി. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരിയാണ് മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് എവിടെയാ? ഏത് സംസ്ഥാനത്താ? ആന്ധ്രാപ്രദേശ്. പിംഗലി വെങ്കയ്യ ദേശീയ പതാക തയ്യാറാക്കിയത് ആരാ? പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 42. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥയാണ് അയിത്ത നിർമാർജനം.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം അയിത്ത നിർമാർജനം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതി. ഈ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാഷ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? മലാല യൂസഫ്സായ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 2005. ദേശീയ വിവരാവകാശ കമ്മീഷൻ 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവാണ് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. കല്ലുമാല സമരം ആരാണ്? അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂര്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലമാണ് തൃശ്ശൂര്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖലയാണ് മലബാർ. മലബാറാണ്. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രമാണ് പയ്യന്നൂര്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. മലബാറിൽ 1930 ഉപ്പു സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂര്. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്നത് മലബാറാണ്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറം. ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ടത് തൃശ്ശൂര്. ഇലക്ട്രിസിറ്റി സമരം വർഷം എന്നാണ്? 1936. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടെ കൃതി. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ KG ബാലകൃഷ്ണൻ. ആരാണ്? KG ബാലകൃഷ്ണൻ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം. ആരാണ്? കല്ലുമാല സമരം അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്ന് ചാന്നാർ ലഹളയാണ്. മേൽമുണ്ട് സമരം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹള. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. അത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമനമ്പി. കുറിച്യ കലാപം രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ഗ്രാമപഞ്ചായത്തുകൾ 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. ബാക്കി ഏതാ? കബനി, ഭവാനി, പാമ്പാർ ഒക്കെ കിഴക്കോട്ടൊഴുകുന്ന. അപ്പൊ കേരളത്തിൽ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നത് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് കബനി. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ? ഇടുക്കി. കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. വർഷം പറഞ്ഞ എത്രയായിരുന്നു? 1812. ഉപ്പു സത്യാഗ്രഹം നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ? 1930. കുറിച്യ കലാപം ആണെങ്കിൽ 1812. അതുപോലെ പ്രാചീന മലയാളം ആരുടെയായിരുന്നു? ചട്ടമ്പി സ്വാമി. ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്? തൃശ്ശൂര്. വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു 1936. ഇലക്ട്രിസിറ്റി സമരം 1936. ഉപ്പു സത്യാഗ്രഹം 1930. ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറിച്യ കലാപം 1812. ആരാ നേതാവ്? രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകൾ 941. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കിഴക്കോട്ടൊഴുകുന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാ ചോദിച്ചത്? തട്ടേക്കാട്, മംഗളവനം, ചൂലന്നൂരൊക്കെ കേരളത്തിലെ പക്ഷി സങ്കേതമാണ്. ഉൾപ്പെടാത്തത് ചിന്നാറായിരുന്നു. അപ്പൊ ഏതൊക്കെയാ? തട്ടേക്കാട്, മംഗളവനം, ചൂലന്നൂര്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം.
ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഭരതന്റെ ആന എന്ന് വല്ല ഓർത്താൽ മതി. ഭാരതപ്പുഴ, ഭരതന്റെ ആന, ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. അപ്പൊ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഒരെണ്ണം പറഞ്ഞ ഏതാ? കബനി. ഭവാനി, ബാബാറോ ഒക്കെ കിഴക്കോട്ടാണ്. പിന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കേരളത്തിലെ ഇടുക്കിയാണ്. ആകെ ഗ്രാമപഞ്ചായത്തുകൾ 941. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ കായിക താരമാണ് അഞ്ജു ബോബി ജോർജ്. ആരാണ്? അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര കൊല്ലം. നീണ്ടു കിടക്കുന്നു, കൊള്ളാമെന്ന് വല്ല ഓർത്താൽ മതി. നീണ്ടകര കൊല്ലം. നീണ്ടകര കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായല്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായല്. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1. 1956 നവംബർ 1. ഭാരതപ്പുഴ എവിടെയാ? ഭരതന്റെ ആന, ആനമലയിൽ നിരകളിലെ പോത്തന്നൂരിനടുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കുറിച്യ കലാപം, രാമനമ്പി, വർഷം എത്രയായിരുന്നു? 1800 ഓർത്തു നോക്കിയേ, 1812. കേരള സംസ്ഥാനം നിലവിൽ വന്നാണെങ്കിലോ 1956 നവംബർ 1. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. പിന്നെ ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. ശ്രീനഗര, കാർഗില്, സോജില ചുരം. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഭൗമതാപോർജ പ്ലാന്റ്. ഇന്ത്യയിലെ ഭൗമതാപോർജ പ്ലാന്റ് മണികരൺ. അന്താരാഷ്ട്ര വൈറോളജി. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ആരാണ്? ബാലഗംഗാധര തിലകൻ. ബാലന്മാർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, അങ്ങനെ ഓർക്കുക. ബാലന്മാർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ്. ഏത് സത്യാഗ്രഹത്തിലാ? അഹമ്മദാബാദ്. നീലം കർഷകരായിരുന്നു. തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം എന്നാ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ 1918 അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. തേഫാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാള്. തേഫാഗ സമരം ബംഗാള്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. ബംഗാളി ഭാഷ സംവാദ് കൗമുദിയാണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചതെന്ന് ഓർക്കുക. സംവാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നമ്മൾ INC എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞതാ ഏത് സമ്മേളനമായിരുന്നു? 1929 ലാഹോർ സമ്മേളനം. ആരായിരുന്നു അധ്യക്ഷൻ? നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരായിരിക്കും? VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്ക് വഹിച്ചത് VP മേനോനാണ്. അപ്പൊ VP മേനോൻ ചോദ്യത്തിൽ നിന്ന് കിട്ടും. വേറെ ആരൊക്കെയാ? നെഹ്റു ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേലും ഉണ്ട്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം ആരാത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഒരു രാജാവാണ് എന്ന് വല്ലതും. അപ്പൊ രാജാവാന്ന് ഓർത്താലും കിട്ടത്തില്ല. ഓപ്ഷനിൽ വേറെ രാജഗോപാലാചാരി ഒക്കെ ഉണ്ട്. രാജേന്ദ്ര പ്രസാദ് തന്നെ നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രാജാവിന് പ്രസാദം ഉണ്ടെന്ന് അങ്ങനെ വല്ല ഓർക്കുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നത്. ആരാണ്? 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ്
ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം, ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം, ആനന്ദമഠം, ബങ്കിം ചന്ദ്ര ചാറ്റർജി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതായിരുന്നു? സംവാദ് കൗമുദി. സംവാദ് കൗമുദി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി കരള്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ടെറ്റനി. എന്തു പേരിലാണ്? ടെറ്റനി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം. പുകവലി മൂലം ഉണ്ടാകുന്നതാണ് എംഫിസീമ. എംഫിസീമ. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. ഏതാണ്? മൃതസഞ്ജീവനി. അപ്പൊ നമ്മൾ ആദ്യം ഒരു പദ്ധതി, കേരള സർക്കാരിന്റെ തന്നെ ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ. എന്താ? ഓർത്തു നോക്കി. എന്താ? താലോലം. എന്താണ്? താലോലം. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്നാ? ഇപ്പൊ പറഞ്ഞ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാ? കാസർഗോഡ്. തോട്ടവിള കാസർഗോഡ്. തോട്ടവിള കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യഭുക്ക്. പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യഭുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് 22. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. തെങ്ങിന്റെ സങ്കരയിനം അല്ലാത്തത് ഏതാന്നാ ചോദിച്ചത്. അപ്പൊ ഏതൊക്കെയായിരുന്നു ആ തെങ്ങിന്റെ സങ്കരയിനം നോക്കാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കരയൊക്കെ എന്തിന്റെ സങ്കരയിനമാണ്? തെങ്ങിന്റെ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. മൃതസഞ്ജീവനി എന്തായിരുന്നു? കേരളത്തിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. താലോലം എന്തായിരുന്നു? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾ ബാധിച്ച് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവാണ് ടെറ്റനി. പേശികളുടെ കോച്ചിവലിവാണ് ടെറ്റനി. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം. ഏതാ വർഷമെന്ന് ഓർക്കണം, എവിടെയാന്ന് ഓർക്കണം, പേരെന്താന്ന് ഓർക്കണം. അപ്പിക്കോ പ്രസ്ഥാനം, വനങ്ങളുടെ സംരക്ഷണം. അപ്പിക്കോ പ്രസ്ഥാനം, വനങ്ങളുടെ സംരക്ഷണം. കർണാടക 1983. 1983 കർണാടക. അപ്പിക്കോ പ്രസ്ഥാനം, വനങ്ങളുടെ സംരക്ഷണം. ഏതൊക്കെയാ? അപ്പിക്കോ പ്രസ്ഥാനം, വനങ്ങളുടെ സംരക്ഷണം 1983 കർണാടകത്തിൽ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏകാറ്റോമികം? ഹീലിയം ആണ് ഓപ്ഷനിലുണ്ടായിരുന്നത്. ഹീലിയം. ഏകാറ്റോമികം ഹീലിയം. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാ? ഹേമറ്റൈറ്റ്, മഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ്, മഗ്നറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്, മഗ്നറ്റൈറ്റ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത്? ആ നൈട്രേറ്റ് എന്നുള്ള വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും നൈട്രജൻ. അസറ്റോബാക്ടർ, നൈട്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ. പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതി. പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി. ഈ ചോദ്യം ഇതേപടി കേട്ട് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും ഇതേ ക്വസ്റ്റ്യൻ എടുത്ത് പേസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ചെയ്യാനുള്ള വേറെ മെത്തേഡൊക്കെ ഉണ്ട്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി. കോൺകേവ് ദർപ്പണമാണേ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവും 30 ഡിഗ്രി തന്നെ ആയിരിക്കും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹമാണ്
യുറാനസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കത്തില്ല, യുറാനസ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് LPG. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾ. ബാക്കിയെല്ലാം പാരമ്പര്യേതരമായിരുന്നു. ഏതൊക്കെയാ പാരമ്പര്യേതരം? സൗരോർജം, തിരമാല, കാറ്റ്. ഇതൊക്കെ ഏതാണ്? പാരമ്പര്യേതരം. പാരമ്പര്യം ചോദിച്ചാൽ LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ എന്താ അളക്കുന്നേ? ഊഷ്മാവ്, ശരീരോഷ്മാവൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കില്ലേ, അതും തെർമോമീറ്റർ തന്നെയല്ലേ. അപ്പൊ തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം. ദോലനത്തിന് ഉദാഹരണം ഏതാണ് തന്നിട്ടുള്ളതിൽ? ഊഞ്ഞാലിന്റെ ചലനം. ദോലനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലിന്റെ ചലനം, ക്ലോക്കിലെ പെണ്ടുലത്തിന്റെ ഒക്കെ ചലനം ഇല്ലേ, അപ്പൊ ഊഞ്ഞാലിന്റെ ചലനം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നേ. ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനം. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്താണ്? ഊഷ്മാവ്. ഊഷ്മാവ്. കോൺകേവ് ദർപ്പണം. അതേ ചോദ്യം അതേപടി വന്ന കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് 30 ഡിഗ്രി തന്നെ ആയിരിക്കും. പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നതാണ് ഹൈഡ്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ ഏത് വാതകമായിട്ടാണ് പ്രവർത്തിക്കുന്നത്? നൈട്രജൻ. നൈട്രേറ്റ് ഉണ്ടാകാൻ കാരണം നൈട്രജൻ. ഇരുമ്പിന്റെ അയിരാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഏക ആറ്റോമിക ഏതായിരുന്നു? ഹീലിയം. അപ്പിക്കോ 1983 കർണാടക വനങ്ങളുടെ സംരക്ഷണം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവാണ് സസ്യഭുക്ക്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. തെങ്ങിന്റെ സങ്കരയിനം ചന്ദ്രശങ്കര, ലക്ഷഗംഗ. അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. 18 വയസ്സിന് താഴെ മാരകരോഗം താലോലം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി മൃതസഞ്ജീവനി. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗം ഏതായിരുന്നു? എംഫിസീമ. ഏതാണ്? എംഫിസീമ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ. എന്താണ്? മലയാളം മിഷൻ. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടൂല. മലയാള ഭാഷയും സംസ്കാരവും, മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? മീശ. എസ് ഹരീഷിന്റെ മീശ. ഹരീഷിന്റെ മീശ എന്ന് വല്ല ഓർത്ത് വെച്ചാൽ മതി. എസ് ഹരീഷ്, മീശ. കെ-ഫോൺ പദ്ധതി എന്താണ്? എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. എന്ത് സേവനമാ? ഇന്റർനെറ്റ് സേവനം. അതിവേഗ ഇന്റർനെറ്റ് സേവനം. കെ-ഫോണ് എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി ഏത് വർഷമാണ്? 1951. ആദ്യ പഞ്ചവത്സര പദ്ധതി 1951. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതായിരുന്നു? ടെന്നീസ്. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂര്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം. വായ്പാ വിതരണം എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് ആൻസർ അല്ല കേട്ടോ. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, വനിതാ ശാക്തീകരണം എന്നിവയാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല തന്നതിൽ പത്തനംതിട്ടയായിരുന്നു. സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല പത്തനംതിട്ടയാന്ന് ഓർത്തോളണം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ചെയർമാൻ എസ് സോമനാഥ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായിരുന്നു. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ഏതൊക്കെയാ? സൗരോർജം, ജൈവവാതകം, കാറ്റിൽ നിന്നുള്ള ഊർജം. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? എസ് സോമനാഥ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ഏതാ? സൗരോർജം, ജൈവവാതകം, കാറ്റിൽ നിന്നുള്ള ഊർജം. LPG ഒക്കെ ആണെങ്കിലോ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്. മാറിപ്പോലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും ഉണ്ട്, പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും ഉണ്ട്. ഇന്ത്യയുമായി കരയതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്നത്
ഏതൊക്കെ തന്നിട്ടുള്ള ഓപ്ഷനിൽ? ചൈന, നേപ്പാള്, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഇവ നാലും ഉണ്ട്. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഇന്ത്യയുമായി കരയതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? മൗണ്ട് എവറസ്റ്റ്. ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ്. കേരള ആരോഗ്യ സർവകലാശാല തൃശ്ശൂര്. കേരള അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയായിരുന്നു? തിരുവനന്തപുരം. മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. മണികരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. മണികരൻ താപോർജ കേന്ദ്രം ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഏതാണ്? ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ആണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ചിലപ്പോൾ 23.5 ഡിഗ്രി നോർത്ത് എന്ന് മാത്രം തരാം. ഉത്തരായന രേഖ തരാം. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്താണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH44. NH44 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. മുംബൈയെയും മംഗളൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. മുംബൈയെയും മംഗളൂരുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടി കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ. ഏതാണ്? കൊങ്കൺ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44 ആണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപിച്ചുണ്ടായതാണ് ഉത്തര മഹാസമതലം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955. അയിത്ത നിരോധന നിയമം 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? എത്ര തരം മൗലികാവകാശങ്ങളാ? 6 തരം. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ്? മൗലിക ചുമതലകൾ ഏത് ഭരണഘടനാ ഭേദഗതിയാ? 42ാം ഭേദഗതി. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിനെതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ്. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതി. എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ദേശീയ പതാകയായ ത്രിവർണ പതാക 1947 ജൂലൈ 22 എന്നാണ്. 1947 ജൂലൈ 22. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് നോക്കിയേ. എന്താ ദേശീയ പതാകയായിട്ട് ബന്ധപ്പെട്ട്? ദേശീയ പതാക തയ്യാറാക്കിയത് ആരാണ്? ദേശീയ പതാക തയ്യാറാക്കിയത് പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യ എവിടെയാണ് ജനിച്ചത്? ആന്ധ്രാപ്രദേശ്. ദേശീയ പതാക പിംഗലി വെങ്കയ്യ എവിടുത്തുകാരനാ? ആന്ധ്രാപ്രദേശ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ത്രിവർണ പതാക ദേശീയ പതാക എന്നാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗ. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? മാറിപ്പോലെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം. ദേശീയ ഗാനം, ദേശീയ ഗീതമല്ല, ദേശീയ ഗാനം 52 സെക്കൻഡ്. 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്തൂർ
കിസാൻ ശക്തി സംഗതൻ. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005. 1990 വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. ഇനി അടുത്തൊരു ചേരുംപടി ചേർക്കാനുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ആൻസേഴ്സ് തന്നെ നോക്കാം. ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ആര്യസമാജം ദയാനന്ദ സരസ്വതി. ആര്യസമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ ആരാണ്? കേശവ ചന്ദ്ര സെൻ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയ്. ആര്യസമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ ചന്ദ്ര സെൻ. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ ചന്ദ്ര സെൻ. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ആര്യസമാജം ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ ചന്ദ്ര സെൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരം? സാന്താൾ കലാപം നടന്ന വർഷം. സാന്താൾ കലാപം നടന്ന വർഷമാണ് 1855 ടു 1856. 1855 മുതൽ 1856 വരെയാണ് സാന്താൾ കലാപം നടന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ. ആരാണ്? സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10. 1857 മെയ് 10. 1857 മെയ് 10. സാന്താൾ കലാപം 1855 തൊട്ട് 1856. 1855 തൊട്ട് 1856 വരെയാണ് സാന്താൾ കലാപം. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10. 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9. നമ്മളിപ്പോൾ 3 വർഷം പറഞ്ഞു. സാന്താൾ കലാപം 1855 ടു 1856. 1855 മുതൽ 1856 വരെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10. 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 1942. 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റമാണ് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ് ഫസൽ അലി. ഫസൽ അലി. കമ്മീഷൻ തന്നെ അറിയപ്പെടുന്ന ഫസൽ അലി കമ്മീഷൻ എന്നാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാനാണ് ഫസൽ അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? സി ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ഹരിത ശ്വാസകോശം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം മംഗളവനം. മംഗളവനം. ഏത് പക്ഷി സങ്കേതമാണ്? മംഗളവനം.
സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ് സിംഹവാലൻ കുരങ്ങുകൾ. അവിടെ എന്തിന്റെ സാന്നിധ്യമാണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം നമുക്കറിയാം അല്ലെ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏക ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. അപ്പം നമുക്കറിയാം, റിപ്പീറ്റ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലേ. അതാ പറഞ്ഞേ, ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു 30-40% മാർക്ക് ഉറപ്പിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ടോപ്പിക്ക് ഇപ്പോൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ചോ. ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ ഉത്തരവും കിട്ടണമെന്നില്ല. അതേസമയം ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് പഠിച്ചിട്ട് പോയി ബാക്കി ടോപ്പിക്സ് ഒക്കെ അത്യാവശ്യം ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 80% മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറെ കണ്ടു അതേ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും ആവർത്തിച്ച് അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ അത്ര ശ്രദ്ധയോടുകൂടി തന്നെ ക്ലാസ്സുകൾ കേൾക്കണം, സ്കിപ്പ് അടിക്കരുത്. ആദ്യം തൊട്ട് അവസാനം വരെ കേൾക്കുക. ഒരു തവണ കേട്ടാൽ മതി, ലെങ്തി വീഡിയോ അല്ലേ. ഒരു തവണ കേൾക്കുമ്പോൾ തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നുണ്ടല്ലോ, അപ്പം നിങ്ങൾ ഒരിക്കലും മറന്നു പോകത്തില്ല. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞതെന്നാ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഏക ശുദ്ധജല തടാകം ഏതാ? കേരളത്തിലെ ശാസ്താംകോട്ട കായല്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂരാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. ചന്ദന നിർമ്മാണ ഡിവിഷൻ മറയൂർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 മെയ് 10. 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 9. 1942 ഓഗസ്റ്റ് 9. സാന്താൾ കലാപം 1855 മുതൽ 1856 വരെ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. സിംഹവാലൻ കുരങ്ങ് സൈലന്റ് വാലി. ഹരിത ശ്വാസകോശം. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം മംഗളവനം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ഫസൽ അലി. ഫസൽ അലി. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ആണെങ്കിൽ മറയൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളം. ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ളത് എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? മലപ്പുറം. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത്. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്പ്ലാഷ് ആണ്. സ്പ്ലാഷ്, ഈ വെള്ളം തെറിപ്പിക്കുന്നതിനുള്ള സ്പ്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്താൽ മതി. ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവർക്കാണ് പെട്ടെന്ന് കിട്ടും. സ്പ്ലാഷ് ഏതാണ്? സ്പ്ലാഷ്. അല്ലെങ്കിൽ വെള്ളം തെറിപ്പിക്കുമ്പോൾ സ്പ്ലാ എന്ന് ഒരു സൗണ്ട് എത്തില്ല, സ്പ്ലാ എന്നാന്ന് ഓർത്താൽ മതി. സ്പ്ലാഷ്. സ്പ്ലാഷ്. എന്തായിരുന്നു താലോലം? 18 വയസ്സിന് താഴെയുള്ള മാറാരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സാ സഹായം നൽകുന്നത്. ഓക്കെ, എന്തായിരുന്നു മൃതസഞ്ജീവനി? സമ്പൂർണ്ണ, ഓർത്തു നോക്കിയ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഇപ്പം നമ്മൾ പറഞ്ഞു എന്താണ് സ്പ്ലാഷ്. സ്പ്ലാഷ് എന്താ? 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. വേലുത്തമ്പി കലാപമായിരുന്നു ഉൾപ്പെടാത്തത്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഓപ്ഷനിൽ ഉണ്ടായിരുന്നതിൽ ഉപ്പു സത്യാഗ്രഹം, കയ്യൂർ ലഹള, മലബാർ കലാപം. കയ്യൂരൊക്കെ കാണുമ്പോൾ കുത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. ഇപ്പൊ കയ്യൂർ ലഹള, ഉപ്പു സത്യാഗ്രഹം, മലബാർ കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ട്. സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ് കയ്യൂർ ലഹള, ഉപ്പു സത്യാഗ്രഹം, മലബാർ കലാപം. വേലുത്തമ്പി കലാപം അല്ല. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയതാര്?
ആദിഭാഷ ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ആദിഭാഷ ചട്ടമ്പി സ്വാമികൾ. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ പ്രാചീന മലയാളം, അതും ആരുടെയാണ്? ചട്ടമ്പി സ്വാമി. അപ്പം ആദിഭാഷയും പ്രാചീന മലയാളവും ചട്ടമ്പി സ്വാമി. ആദിഭാഷ പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമി. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ ഈ ബന്ധപ്പെട്ട സമരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ PSC എപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് മാത്രം എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാ? മലബാർ കലാപം. പൂക്കോട്ടൂർ മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഗ്രൂപ്പിൽ പെടാത്തത് ഏതാന്നാ ചോദിച്ചത്? ദൈവദശകം, ശിവശതകം, ദർശനമാല. ആരുടെയാ? ശ്രീനാരായണ ഗുരുവിന്റെ. നിജാനന്ദ വിലാസമായിരുന്നു അതിൻ്റെ അകത്ത് ഉൾപ്പെടാത്തത്. നിജാനന്ദ വിലാസം. ദൈവദശകം, ശിവശതകം ഒക്കെ ദർശനമാലയൊക്കെ ഗുരുദേവന്റെ ആയിരുന്നു. ഓക്കെ, അടുത്തത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. മുമ്പേ ചോദിച്ചല്ലേ ഏതാ? പയ്യന്നൂര്. ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂര്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്? അതും മുമ്പേ ചോദിച്ചതാ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം എവിടെയാ നടന്നേ? തൃശ്ശൂർ. വർഷം 1936. 6 വീണപ്പം കറണ്ട് അടിച്ചൊന്നും വല്ല ഓർക്കുക. അപ്പം 1936 ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം. സാധുജന പരിപാലന സംഘം അല്ലെങ്കിൽ സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. സാധുജന പരിപാലന യോഗം അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൺ പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നതാണ് സവർണജാഥ. പൂക്കോട്ടൂർ സംഭവം, മലബാർ കലാപം. വൈക്കം സത്യാഗ്രഹം, സവർണജാഥ. പൂക്കോട്ടൂർ സംഭവം, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, സവർണജാഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജനാവയവം? എന്നാണ് ചോദിച്ചിരുന്നത്. ഏതാ? വൃക്ക. മനുഷ്യന്റെ പ്രധാന വിസർജനാവയവം വൃക്കയാണ്. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. 1, 3 ആയിരുന്നു ശരി. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിന്റെ വായുമർദ്ദം കൂടുന്നു. ശ്വസന സമയത്ത് നമ്മൾ ശ്വാസം നിശ്വാസം ഇല്ലേ? ഉച്ഛ്വാസമുണ്ട്, നിശ്വാസമുണ്ട്. അപ്പം നിശ്വാസത്തിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. നിശ്വാസ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു? ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. നമ്മൾ ഉച്ഛ്വസിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നു, നിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വിടുന്നു. അപ്പൊ ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ്? കണ എന്നൊക്കെ അറിയപ്പെടുന്നത്. കണ അഥവാ റിക്കറ്റ്സ് ഏതാണ്? ജീവകം D. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗം? അതിനകത്ത് നിപ്പ കാണുമ്പോഴേ നമുക്കറിയാം നിപ്പ വൈറസ്. അപ്പൊ നിപ്പ എയ്ഡ്സും ആയിരുന്നു ആൻസർ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്നതിന് നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? സർക്കാർ ആശുപത്രി എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഏതാണ്? ആർദ്രം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം എന്താ മെച്ചപ്പെടുത്തുന്നത്? അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമാണെന്നും കൂടെ ഓർത്തണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻ കിട്ടും. എന്താണ്? ആർദ്രം പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതിയാണ്. അതുപോലെ എന്തിനു വേണ്ടിയാ? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുക. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ജനസൗഹൃദമാക്കുക. ആർദ്രം പദ്ധതി. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? നൈട്രജൻ ഹരിതഗൃഹവാതകം അല്ല കേട്ടോ. വേറെ ഏതൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈന്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതായിരുന്നു ബാക്കി ഓപ്ഷൻ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈനും ക്ലോറോ ഫ്ലൂറോ കാർബണും ഒക്കെ ഹരിതഗൃഹവാതകങ്ങളാണ്. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? അത് നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ കിട്ടും. ഇവിടെ സസ്യപരിപാലനമായിരുന്നു വനനശീകരണത്തിന് കാരണമാകാത്തത്. റോഡുകളുടെ നിർമ്മാണം, വ്യാവസായിക വളർച്ച, ഇന്ധനത്തിന്റെ വർദ്ധിച്ച ആവശ്യകത ഇതെല്ലാം വനനശീകരണത്തിന് കാരണമാകും. അത് നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ കിട്ടും. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം പെട്രോൾ ആണ്. വനത്തിൽ നിന്ന് ലഭിക്കാത്തത് പെട്രോൾ. എന്തൊക്കെ കിട്ടും? പശ കിട്ടും, ഫ്ലൈവുഡ് കിട്ടും, മെഴുക് കിട്ടും. പശ, ഫ്ലൈവുഡ്, മെഴുകൊക്കെ വനത്തിൽ നിന്ന് കിട്ടും. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ച മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക. പാവം പ്രിയങ്ക എന്ന് വല്ല ഓർത്താൽ മതി. പാവല് പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്.
നമ്മൾ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണെങ്കിൽ കോഴിക്കോട്. തോട്ടവിള കാസർഗോഡ്, സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 4 മാത്രമായിരുന്നു തെറ്റ്. നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷൻ വായിക്കാം. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാ? റുദർഫോർഡ്. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റുദർഫോർഡ് ആണ്. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്നതാണ് പ്ലവന പ്രക്രിയ. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണം പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പറാണ് 4. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ല് 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണമാണ് 1. ഡ്യൂട്ടീരിയത്തിൽ എത്ര എണ്ണം ഉണ്ട്? 1. ന്യൂട്രോണുകളുടെ എണ്ണം 1. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഇതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ അതേപടി ഓർത്ത് വെക്കുക. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗമാണ്. അത് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കുമെന്ന് ചോദിച്ചേ. എന്ത് മാറ്റം സംഭവിക്കുന്നേ? 4 ഇരട്ടിയാകും. 4 ഇരട്ടി ആകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ്? ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഓറഞ്ച്, നീല, പച്ച, വയലറ്റ് ആയിരുന്നു. അതിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയത് ഓറഞ്ച് ആണ്. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയത് നീല, വയലറ്റ്, പച്ചയേക്കാൾ ഓറഞ്ചിനാണ്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് തന്നതിൽ കെൽവിൻ. ഊഷ്മാവ് അളക്കുന്നത് കെൽവിൻ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയായിരുന്നു? 4. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. തരംഗദൈർഘ്യം കൂടിയത് ഉള്ളതിൽ ഏതായിരുന്നു? ഓറഞ്ച്. പച്ചയും നീല, വയലറ്റ് എന്നിവയേക്കാൾ കൂടുതൽ ഓറഞ്ചിന്. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാ? 1. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് പ്ലവന പ്രക്രിയ. പിന്നെ നമ്മൾ ആറ്റത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റുദർഫോർഡ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ച മികച്ച പാവൽ വിത്തിനമാണ് പ്രിയങ്ക. വനത്തിൽ നിന്ന് കിട്ടാത്ത ഏതാണെന്നാ പറഞ്ഞേ? പെട്രോള്. ഓക്കെ. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്താണ്? ഭാരം. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പോലും നിങ്ങൾക്ക് കിട്ടാത്തില്ലെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം ഞാനത്ര റിപ്പീറ്റ് ചെയ്താൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു തവണ തന്നെ വീഡിയോ കണ്ടാൽ മതി, മൈൻഡിൽ തന്നെ നിന്നോളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്